സ്കൂളിലെ ഏറ്റവും പ്രശസ്തനായ പയ്യനോട് ഈ പെൺകുട്ടി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്റെ ഇഷ്ടം തുറന്നു പറയുന്നു. എന്നാൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടിയുടെ കുറച്ച് സഹപാഠികൾ ആളൊഴിഞ്ഞ ബിൽഡിംഗിലേക്ക് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോവുകയും മർദ്ദിക്കുകയും ചെയ്യുന്നു. ബോധം മറിഞ്ഞ് പെൺകുട്ടി നിലത്തേക്ക് വീഴുന്ന കണ്ടിട്ട് ഭയന്ന സഹപാഠികൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയതാണെങ്കിലും ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുടെ കാലിലേക്ക് അവൾ പിടിമുറുക്കുന്നു. എഴുന്നേറ്റ പെൺകുട്ടി അവിടെ വളരെ രൂക്ഷമായിട്ടാണ് അവരെ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത്. വീണ്ടും പെൺകുട്ടിയെ സഹപാഠികൾ ഉപദ്രവിക്കാൻ തുടങ്ങിയതാണെങ്കിലും ഇപ്രാവശ്യം പെൺകുട്ടി അവരെ തടയുന്നു. കാരണം അവളുടെ ശരീരത്തിൽ മാഫിയ ഗ്യാങ്ങിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ആത്മാവ് കയറിക്കൂടിയിരുന്നു. യാദൃശികമായി നടന്ന രണ്ട് ഗ്യാങ്ങുകളുടെ യുദ്ധത്തിൽ പെൺകുട്ടി കൊല്ലപ്പെടുകയായിരുന്നു. അങ്ങനെ ആ ആത്മാവ് സാധുവായ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ശരീരത്തിലേക്ക് കയറിക്കൂടി. സ്കൂൾ വിദ്യാർത്ഥിനിയായ ആ പെൺകുട്ടിയുടെ ഓർമ്മകൾ വീണ്ടെടുത്തതിനു ശേഷം തന്റെ ഗ്യാങ്ങിലേക്ക് മടങ്ങുകയായിരുന്നു അവൾ. തന്റെ മരണത്തിനു ശേഷം ഗ്രൂപ്പിന്റെ ലീഡറായ യുവാവിനെ കണ്ടെത്തി നടന്ന സത്യങ്ങളെല്ലാം അവൾ അവനോട് പറയുന്നു. ആ യുവാവട്ടെ അവളെ വിശ്വസിക്കുകയും വീണ്ടും ഗ്യാങ്ങിന്റെ ലീഡറായി തുടർന്ന് അവരെ നയിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ പുനർജന്മമെടുത്ത പെൺകുട്ടി മറ്റൊരു പാത തിരഞ്ഞെടുക്കാനായാണ് ആഗ്രഹിച്ചത്. ചെറുപ്പകാലം മുതലേ അനാഥയായി ജീവിച്ചിരുന്നവൾക്ക് ഒരു കുടുംബത്തിന്റെ ഊഷ്മളത അറിയാനായി ആഗ്രഹം തോന്നി. തന്റെ ആത്മാവ് വസിക്കുന്ന പെൺകുട്ടിയുടെ പേരൻസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങി നൽകണമെന്ന് അവൾ ആശിച്ചു. ഗ്യാങ്ങിന്റെ ഇപ്പോഴത്തെ തലവനായ യുവാവിനോട് ആദ്യം സമ്പാദിച്ച പണം കൊണ്ട് കുടുംബത്തിന് എന്താണ് വാങ്ങി നൽകിയെന്ന് അവൾ തിരക്കുകയുണ്ടായി. പക്ഷേ ആ ചോദ്യം അവനെ വളരെ സ്തംഭിപ്പിക്കുന്നു. കാരണം അവനും ഒരു അനാഥനായിരുന്നു. പെൺകുട്ടിയെ കാണാത്തത് കൊണ്ട് തന്നെ അവളുടെ മാതാപിതാക്കൾ പോലീസിനെ വിവരമറിയിച്ചിരുന്നു. അങ്ങനെ അവളെ അന്വേഷിച്ച് പോലീസ് അവിടെ എത്തുന്നു. അതോടെ വെറും കൈയോടെ വീട്ടിലേക്ക് മടങ്ങാനേ പെൺകുട്ടിക്ക് സാധിച്ചുള്ളൂ. വീട്ടിലെത്തിയ ഉടനെ തന്നെ അവളുടെ നെറ്റിയിലെ മുറിവ് അവർ ശ്രദ്ധിക്കുകയും ശ്രദ്ധാപൂർവം തന്നെ അതിൽ മരുന്ന് വെച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആ കുടുംബത്തിന്റെ സ്നേഹം മൂലം തന്നെ അവൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരുതരം വികാരം അവളുടെ ഉള്ളിൽ ഉടലെടുക്കുന്നു. പിന്നീട് തന്നെ ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ ഒരു കോള് വരുന്നുണ്ട്. ജോലി സംബന്ധമായ ചില തിരക്കുകളുണ്ടെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. എന്നാൽ അച്ഛന്റെ മുഖത്തെ പരിഭ്രാന്തി ശ്രദ്ധിച്ച പെൺകുട്ടിയാവട്ടെ രഹസ്യമായി തന്നെ അദ്ദേഹത്തെ പിന്തുടരാൻ തീരുമാനിക്കുന്നു. അകത്ത് പ്രധാനിയായിട്ട് അവളുടെ ഗ്യാങ്ങിന്റെ തന്നെ രണ്ടാമത്തെ തലവനായ യുവാവുണ്ടായിരുന്നു. അവളുടെ അച്ഛന്റെ ബോസ് ആവട്ടെ വളരെ ഭവ്യതയോടെയാണ് അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതേ സമയം തന്നെയാണ് പെൺകുട്ടിയുടെ അച്ഛനാവട്ടെ രേഖകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ബോസിന്റെ കയ്യിലേക്ക് ഒരു ഫയൽ ഏൽപ്പിക്കാൻ തുടങ്ങുന്നത്. എന്നാൽ അവരിവരുടെ സംഭാഷണത്തെ തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ് അവളുടെ അച്ഛനെ അയാൾ വഴക്ക് പറയുകയും ചെയ്യുന്നു. അതേ തുടർന്ന് അയാൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയെങ്കിലും ബോസ് അച്ഛനെ തടഞ്ഞിട്ട് അയാളുടെ ഷൂസിൽ നിന്ന് ചെളി മുഴുവൻ തറയിലായെന്നും അതെല്ലാം തുടച്ച് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അച്ഛൻ അയാൾ പറയുന്നത് അനുസരിക്കുന്നു. പുറത്തുനിന്ന് തന്നെ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ വളരെ ദുർബലനാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ പെൺകുട്ടി അകത്തേക്ക് പോയില്ല. പക്ഷേ കുടുംബത്തിന്റെ നെടുന്തൂണാവാൻ അവൾ ആഗ്രഹിച്ചു.